ഹലോ ഗായ്സ്, ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ. പിന്നെ ഞാൻ വേറെ ആരെങ്കിലും ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആരും ചെയ്തിട്ടുമില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലായിടത്തും നമ്മളിപ്പോൾ കാണുന്നതാണ് ഷുഗർ കട്ട് ഡയറ്റ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ബെനിഫിറ്റ്സ് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. അതായത് ഗ്ലോയിങ് സ്കിൻ ആവും, ആക്നെ മാറും, വെയിറ്റ് ലോസ് ഉണ്ടാവും, ബെറ്റർ എനർജി ആവും. പക്ഷേ ആരും അതിൻ്റെ സൈഡ് ഇഫക്ട്സ് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ എത്ര നാൾ ഷുഗർ കട്ട് ഡയറ്റ് എടുത്തു, എന്തൊക്കെ ഫുഡ് കഴിച്ചു, എന്തൊക്കെ കഴിച്ചില്ല, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ എന്തിനാണ് ഈ ഡയറ്റ് എടുത്തത് എന്നൊക്കെ. പിന്നെ ഇത് ആർക്കുമുള്ള അഡ്വൈസ് ഒന്നുമല്ല. എന്നെപ്പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ട് ഓരോ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് എൻ്റെ മിസ്റ്റേക്സ് ഞാൻ പറയുന്നു, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തിനാണ് ഈ ഷുഗർ കട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. എനിക്ക് പണ്ട് മുതലേ നല്ല രീതിയിലുള്ള ആക്നെ ഉണ്ടായിരുന്നു, മുഖക്കുരു. അതും ഹോർമോണൽ ആക്നെ, വേദനയുള്ള കുരുക്കളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു 2 years മുന്നേ കുറച്ച് വീഡിയോസ് കണ്ടത് നമ്മുടെ ഈ ആക്നെയുടെ റൂട്ട് കോസ് വരുന്നത് ഷുഗർ ആണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തല്ലേ, ഇതുകൂടെ ഒന്ന് നോക്കാമെന്ന്. വെയിറ്റ് ലോസോ അല്ലെങ്കിൽ എനർജിയോ വേറെ ഒന്നും അല്ലായിരുന്നു ഷുഗർ കട്ട് ഡയറ്റിലൂടെ എനിക്ക് വേണ്ടിയിരുന്നത്. ജസ്റ്റ് ഒരു ക്ലിയർ സ്കിൻ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് അത്ര വലിയ പാടൊന്നുമില്ലായിരുന്നു. ആദ്യം തന്നെ ഞാൻ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് നിർത്തി. കട്ടനിലായാലും പഞ്ചസാര ഇല്ലാതെ ഞാൻ കുടിച്ചു തുടങ്ങി. പിന്നെ ഈ ഓൾമോസ്റ്റ് എല്ലാ ബേക്കറി ഐറ്റംസും ഞാൻ കഴിക്കുന്നത് നിർത്തി. ഇപ്പോൾ ലഡു ആയാലും ചോക്ലേറ്റ്സ് ഒന്നും ഞാൻ കഴിക്കാതെയായി. പിന്നെ ഞാൻ എവിടെയോ വായിക്കുക വീഡിയോ എന്തോ കണ്ടു, ഈ ശർക്കരയും ഈ പഞ്ചസാര പോലെ തന്നെ പ്രശ്നക്കാരനാണ്, മുക്കുരുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പായസം കുടിക്കാതെ ആയി. പിന്നെ വീണ്ടും ഞാൻ എവിടെയോ വായിച്ചു ഡയറി പ്രോഡക്ട്സ്, അതായത് പാലും കുറച്ച് പ്രശ്നക്കാരനാണ്. അങ്ങനെ ഞാൻ പാൽ ചായ കുടിക്കുന്നത് നിർത്തി. പിന്നെ ഞാൻ കട്ടനിൽ പഞ്ചസാര ഇട്ട് കുടിക്കാതെയായി. എനിക്ക് പിന്നെ അങ്ങനെ ഇന്ന ഫുഡ് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലിയർ സ്കിൻ ആയി കിട്ടിയാൽ മതി, എന്തെങ്കിലും ഉള്ളിലോട്ട് പോയാൽ മതിയല്ലോ. അതുകൊണ്ട് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡി ആയിരുന്നു. പിന്നെ ഈ ഡയറ്റ് ഞാൻ ഇനി എത്ര നാളെടുത്തു എന്നാണെങ്കിൽ ഞാനൊരു 2 years മുന്നെയാണ് ഇതിനെപ്പറ്റി ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. 2 years എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഡയറ്റ് 2 years എടുത്തെന്നല്ല, ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുത്തു. ഒരു 3 months കൂടുമ്പോഴൊക്കെ ഞാൻ ബ്രേക്ക് എടുത്തു. ഇപ്പോൾ 3 months കൂടുമ്പോൾ എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് കുറച്ചെങ്കിലും മധുരം കഴിക്കണമല്ലോ. ഞാൻ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ള മധുരം ഫുള്ള് വലിച്ച് കയറ്റിയെന്നല്ല. ഇപ്പോൾ ഒരു പീസ് കേക്കോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ പകുതിയൊക്കെ ആയിരിക്കും ഞാൻ കഴിച്ചത്. അങ്ങനത്തെ ബ്രേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 2 years ഒരു 3 months കൂടുമ്പോൾ ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു 4 months ബ്രേക്ക്, അങ്ങനെയൊക്കെ ഞാൻ ബ്രേക്ക് എടുത്തു. ഈ ഡയറ്റ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്തത് ഞാൻ മാത്രമല്ല, ഈ ജിമ്മിലൊക്കെ പോകുന്നവർ ഒരുപാട് ഡയറ്റൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ പ്രോബ്ലം ഫേസ് ചെയ്തത് ഈ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുമ്പോൾ, പിന്നെ റിലേറ്റീവ്സുമായിട്ടുള്ള ഗെറ്റ് ടുഗെദർ, എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുമ്പോഴാണ്. അപ്പം എല്ലാവരും ചോദിക്കും എന്ത് മധുരം കഴിക്കാത്തത്, ഒരു കടിക്ക് അല്ലെങ്കിൽ ഒരു സിപ്പ് എടുക്കുക, അങ്ങനെയൊക്കെ. ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ കേൾക്കുന്നത് ഞാൻ ഇങ്ങനെ തൊട്ട് നാക്കിൽ വയ്ക്കും, ജസ്റ്റ് എൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും അവരൊക്കെ കോള കുടിക്കും, ഞാൻ ജസ്റ്റ് പച്ചവെള്ളം കുടിക്കും. പിന്നെ ഇപ്പോൾ റിലേറ്റീവ്സ് ആയാലും അത് സാരമില്ല, കുഴപ്പമില്ല, കഴിക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഈ ഒരു ക്ലിയർ സ്കിന്ന് കിട്ടാനായിട്ട് എന്ത് ചെയ്യാനും റെഡിയായിരുന്നു. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഞാൻ ഒന്നും കഴിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര റിഗ്രറ്റ് അടിക്കും. അതൊക്കെ കഴിക്കേണ്ടതായിരുന്നു, എന്തുമാത്രം ഫുഡാണ് ഞാൻ മിസ് ചെയ്തതെന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇനി എനിക്കുണ്ടായ സൈഡ് ഇഫക്ട്സും എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ 90% ഓഫ് ആക്നെ മാറുമെന്നാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് മാറ്റമൊക്കെ തോന്നി. കുരുക്കൾ വരുന്നില്ല എന്നല്ല, ഈ വേദനയുള്ള കുരുക്കൾ വരാതെയായി. പക്ഷെ പിന്നെ ഞാനിപ്പോൾ ഒരു പകുതി ബിസ്ക്കറ്റ്, ഒരു ചെറിയ പീസ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു മുട്ടായിയുടെ പകുതിയോ കഴിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് എനിക്കിങ്ങനെ ഭയങ്കര വേദനയുള്ള കുരുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിക്കുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാണോ അല്ലേന്നൊന്നും. അങ്ങനെ കുരുക്കൾ വന്നു തുടങ്ങി. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തും തുടങ്ങി. പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ്, ഞാൻ കഴിക്കാതെ ഇരുന്നിട്ട് പോലും എനിക്ക് വേദനയുള്ള കുരുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എവിടെയോ വായിച്ചു ഈ റൈസും കുറച്ച് പ്രശ്നമാണ്, റൈസിൽ ഷുഗറൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുരുക്കൾ വരുമെന്ന്. അപ്പം ഞാൻ എന്ത് തീരുമാനിച്ചു, ഇനി ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാം, ബാക്കി 2 നേരം വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ അത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഞാൻ മെലിയാൻ തുടങ്ങി. ഞാൻ സ്ട്രിക്റ്റായിട്ട് എടുത്തെന്നല്ല ആ ഡയറ്റ്. അതായത് മാക്സിമം ഞാൻ ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കാൻ നോക്കി. അപ്പോൾ അത് കാരണം ഞാൻ നന്നായിട്ട് മെലിയാൻ തുടങ്ങി. ഞാൻ ഒരുമാതിരി എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ചോദിച്ചു ഇതെന്ത് ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. എനിക്ക് തന്നെ ഒരുമാതിരി ആയി തുടങ്ങി. എനിക്ക് വെയിറ്റ് ലോസ് വന്നു തുടങ്ങി.
അപ്പോൾ ഈ ഒരു ഡയറ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്നുമേ മാറിയിട്ടില്ല. അതിന് പകരം എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. വെയിറ്റ് ലോസ് ഉണ്ടായി, എൻ്റെ കുരു മാറിയിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സായിട്ടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ആവശ്യമില്ലാതെ എന്തൊക്കെയോ ഡയറ്റ് പിടിച്ചിരുന്നു. ചിലപ്പോൾ ഇത് കാരണം നല്ല ഇഫക്ട്സ്, നല്ല മാറ്റങ്ങളുണ്ടായ ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഞാൻ തീരുമാനിച്ചു, ഇനി ഇതുപോലെ എന്തെങ്കിലും ഡയറ്റ് എടുക്കുന്നതിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റോ ആരെങ്കിലും കണ്ടിട്ട് മാത്രമേ ഞാൻ ഇനി എന്തെങ്കിലും സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ മധുരം കഴിക്കും എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അങ്ങനെ വലിച്ചു വാരി തിന്നുന്ന ആളൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു രീതിക്ക് ഞാൻ കഴിക്കും, ഒരുപാട് വലിച്ചുവാരിയൊന്നും കഴിക്കാറില്ല. പിന്നെ ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ ഭയങ്കര വലിയ കുരുക്കളൊന്നുമില്ല. ഹോർമോണൽ ആക്നെ ആയാലും കുഞ്ഞു കുഞ്ഞു ചെറിയ ബംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ആക്നെ ക്ലിയർ ചെയ്തതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.